Hi everyone, it's me Rahul. Welcome to Mandarax YouTube channel. സോ നമുക്ക് നാളത്തെ വീഡിയോ അനാലിസിലോട്ട് പെട്ടെന്ന് പോകാം. അതിന് മുന്നേ ഇന്ന് എന്തായിരുന്നു മാർക്കറ്റിൽ നടന്നേ എന്ന് നോക്കിയിട്ട് ഇന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പോകാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കംപ്ലീറ്റ്ലി സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. അതായത് നമ്മളൊരു ട്രൈ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു കോളിന്, ബട്ട് അഗെയിൻ അത് ഫെയിലായി പോയി. കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഞാൻ 5 മിനിറ്റ്സിലിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് 5 മിനിറ്റ്സ്. ഓക്കെ, മാർക്കറ്റ് രാവിലെ ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്തു. ഐ തിങ്ക് 9:15. യെസ്, ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ്. ഓക്കെ, ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ഓപ്പൺ റേഞ്ച്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു മാർക്കറ്റ് ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മാർക്കറ്റ് ഒരുപാട് വട്ടം ഈ മാർക്കറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചു. ലാസ്റ്റ് 9:40 ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഈ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ഒരു കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഈ ഹൈ നല്ല സ്ട്രോങ് ആയിട്ടാണ് ബ്രേക്ക് ചെയ്തത്. അപ്പം ഐ എക്സ്പെക്ട് ഇവിടം വരെ പോകുമെന്നായിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. അതായിരുന്നു ഒരു 15% ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ നേരെ മുകളിൽ പോയിട്ട് ജസ്റ്റ് 1 ക്യാൻഡിൽ പെട്ടെന്ന് തന്നെ റിവേഴ്സായി താഴോട്ട് വരിക ചെയ്തത് അല്ലേ. താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരാൾ പുട്ട് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ എഗെയിൻ അവർക്ക് ലോസ് ആയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി, വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഒരാൾ കോളിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു. സോ ദിസ് വാസ് എ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് മാർക്കറ്റ് ആയിരുന്നു. ഒരു ഡയറക്ഷണൽ ട്രേഡ് ഇല്ലായിരുന്നു. സ്കാൽപ്പിംഗ് ചെയ്തവർക്ക് ചെറിയ പോയിൻറ്റ്സ് 10 to 5, 6, 7 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 10 പോയിൻറ്റ്സ് അങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്ത് കളിക്കാം, ലൈക്ക് മങ്കി മൈൻഡ് സെറ്റ്. ഓക്കെ, അതല്ല നമുക്കൊരു ഡയറക്ഷണലായിട്ടൊരു ട്രേഡ് ഇല്ലായിരുന്നു. മാർക്കറ്റിന് ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഓരോ വട്ടം ലാസ്റ്റ് ഡേയിൽ ഇവിടുന്നായിരുന്നു ഈ സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഏരിയ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു അതിഗംഭീരമായി. അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ സെല്ലിങ് വന്ന ഈ ഏരിയ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു. സോ മാർക്കറ്റ് ഇതിന് മുന്നേ സെല്ലിങ് വന്ന ഏരിയനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ആ സെല്ലിങ് വന്ന ഏരിയയ്ക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഐ തിങ്ക് ഞാനിങ്ങനെ മാർക്ക് ചെയ്യാം. ഈ ഏരിയയിൽ മാർക്കറ്റിന് സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവിടുന്നും സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഏരിയ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് രണ്ട് സ്ഥലത്തുനിന്നും മാർക്കറ്റ് ഡൗൺ പോവുക ചെയ്തത് ഇന്ന്. ഓക്കെ, സോ നാളെ നമുക്ക് നോക്കുകയാണെങ്കിൽ നാളെ എഗെയിൻ അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും മാർക്കറ്റിൻ്റെ സെല്ലിങ് വന്ന ഏരിയ ആണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ ഉണ്ട് ഒരു ഏരിയ. സോ ഇത് മാർക്ക് ചെയ്തിട്ടോ നിങ്ങൾ 700. ഓക്കെ, സോ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ റേഞ്ച് അല്ലെങ്കിൽ ഈ ഏതെങ്കിലും റേഞ്ചിൽ നിന്ന് നമുക്കൊരു സെല്ലിംഗ് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ ലൈക്ക് ഇതേപോലെ ഒരു ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു ടീസർ ബോട്ടം. ഓക്കെ, ഇവിടെ ടീസർ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോയ സമയത്ത് ഇവിടെ ഈവനിങ് സ്റ്റാർ പ്ലസ് ടീസർ ടോപ്പ് ഉണ്ടായിരുന്നു. ഇത് ടീസർ ടോപ്പാണ്, ഇത് ടീസർ ബോട്ടംസ് ആണ്. ഓക്കെ, ഇതൊക്കെ ടീസർ ബോട്ടംസ് ആണ്. ഓക്കെ, സോ ഇതേപോലത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഈ ഏരിയയിൽ ഇവിടെ 24,700 അല്ലെങ്കിൽ 24,677. ഓക്കെ, ഈ ഏരിയയിൽ ഈ രണ്ട് സോണിലും എവിടുന്ന് കണ്ടാലും നമുക്ക് സെല് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, അതായത് ഈ ലോ വരെ. ഓക്കെ, ഈ ലോ വരെ മാർക്കറ്റിൻ്റെ ഈ ലോ വരെ നമുക്ക് സെല് ചെയ്യാം. ഓക്കെ, ഈ ലോ വരെ നമുക്ക് സെല് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് സെൽ ഓൺ ദ റേസ് നാളത്തെ പ്ലാൻ. ആൻഡ് അഗെയിൻ മാർക്കറ്റ് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്യുന്നെങ്കിൽ ഇതേപോലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്തെങ്കിൽ എൻട്രി ചെയ്യേണ്ട. മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 600 താഴെ 572, അതിൻ്റെ താഴെ 499, അതായത് 500. ഈ രണ്ട് ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. സോ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ സെൽ ഓൺ ദ റൈസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ സെയിം സിനാരിയോ തന്നെ. അത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് ഈ ഹൈ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത്, ഓക്കെ, മാർക്കറ്റിംഗ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് മാർക്കറ്റ് ഈ ഹൈ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് തിരിച്ച് വന്ന് റീടെസ്റ്റ് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ്ങിൽ എൻട്രി ചെയ്യാം. ഓക്കെ, സോ ഇന്ന് എൻട്രി ചെയ്ത മാതിരി നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി ചെയ്യേണ്ട. ഞാൻ ഈ ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് കണ്ടിട്ടാണ്. പിന്നെ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിൽക്കുന്നുണ്ട് തന്നെ. മാർക്കറ്റ് ഈ ഒരു ഹൈ വരെ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ ആ ഹൈ വരെ മാർക്കറ്റ് പോയിട്ടില്ലായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് 677 മുകളിൽ, ഇത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇപ്പം ഇതൊരു നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഞാനിവിടെ നമുക്കൊരു ബോക്സ് വരയ്ക്കാം. ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ,
ഈ റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ കയറുകയാണെങ്കിൽ മാത്രം നമുക്ക് ഒരു ട്രേഡിൽ പോവാം. പിന്നെ നാളെ ഫ്രൈഡേ ആണ്, അത് നിങ്ങൾ ആലോചിക്കണം. നാളെ ഫ്രൈഡേ ആണ്. വേറെ എന്തെങ്കിലും മാർക്കറ്റിന് ഒരു ഓക്കെ ഓപ്ഷൻ ചെയിൻ നോക്കാം നമുക്ക്. ജസ്റ്റ് PCR വാല്യൂ നമ്മുടെ 0.92 ആണ്. ന്യൂട്രൽ ടു ബുള്ളിഷ് ആണ് PCR. ഓക്കെ 0.92 ന്യൂട്രൽ ടു ബുള്ളിഷ്. ഇന്ന് സെൻസസിൻ്റെ എക്സ്പയറിയും കൂടെ ആയിരുന്നു, അതോ റീസൺ ആണ് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കാനുള്ള കാര്യം. സോ അപ്പോൾ നാളെ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നമുക്ക് റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലത്തെ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ നോക്കിയിട്ട് സെല്ല് ചെയ്യാം. അതല്ല മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഏരിയ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റേറ്റ് ടെസ്റ്റിൽ നമുക്കൊരു ബൈ ചെയ്യാം. ഓക്കെ, ആൻഡ് അപ്പം സെൽ ഓൺ ദ റൈസും ഉണ്ട് നമുക്ക്. ഓക്കെ, കാരണം മാർക്കറ്റിൻ്റെ FII DI ഡാറ്റ വന്നു ജസ്റ്റ് നമുക്ക് നോക്കാം. വെയിറ്റ്, FII DI ഡാറ്റ FII ബിയറിഷ് ആണ്. ഓക്കെ, FII ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ബിയറിഷ് ആണ്. ഇൻഡെക്സ് ഓപ്ഷനിൽ FII ബുള്ളിഷ് ആണ്. ഓക്കെ, സോ മിക്സഡ് ഡാറ്റയാണ് ഇവിടെ ഉള്ളത്. സ്റ്റോക്ക് ഫ്യൂച്ചറിൽ ബുള്ളിഷ്, സ്റ്റോക്ക് ഓപ്ഷനിൽ ബുള്ളിഷ്. ഓക്കെ, സോ മിക്സഡ് ഡാറ്റയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് വേസ് ടു ബുള്ളിഷ്, ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് മാർക്കറ്റിൽ. അതാണ് PCR നമുക്ക് കാണാൻ കഴിയുന്നത്. ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ഹൈ മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഈസ് ഫൈൻ. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ, ഇതിൻ്റെ റീടെസ്റ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒരു ബൈ പ്ലാൻ നോക്കാം. അതല്ല ഈ ഏരിയ തന്നെ വീണ്ടും മാർക്കറ്റ് റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് സെൽ ഓൺ റൈസ് ചെയ്യാം ഇവിടം വരെ. കൺസോൾട്ടേഷൻ ചെയ്ത് ഈ ഏരിയ ഇത് മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ കൺസോൾട്ടേഷൻ ചെയ്ത് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 570 to 500 ഈ താഴത്തെ രണ്ട് മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, മാർക്കറ്റ് അപ്പം ഇങ്ങനത്തെ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യേണ്ട. ഇതേപോലത്തെ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് നാളെ ട്രേഡ് ചെയ്യേണ്ട. നാളെ ഫ്രൈഡേ ആണ്, ഒരു ദിവസം ഒഴിവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ 4 ദിവസം നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഒരു ദിവസം കൊണ്ട് നമുക്ക് ലോസ് ആവും. ഓക്കെ, സോ നല്ല സ്റ്റോക്സ് ഞാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെ ഇന്ന് ഇടുന്ന പോലെ തന്നെ ഇടാം. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സോ ബൈ, ഗുഡ് നൈറ്റ്.